തിരുവനന്തപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി. ക്രൂരമർദ്ദനമേറ്റ അരുമാനൂർ സ്വദേശി അച്ചു ചികിത്സയിലാണ്. അച്ചുവിനെ ഇന്നലെ ഒരു 7 മണിയായപ്പോൾ ഒരു 4 സംഘം വന്ന് വീട്ടിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ച് പുറത്തിറക്കി. വീട്ടിൽ ആരുമില്ലായിരുന്നു ആ സമയത്ത്. അവിടെ വെച്ച് അവനെ നല്ല രീതിയിൽ മർദ്ദിക്കുകയും അവനെ ആദ്യത്തെ 2 അടിയിൽ തന്നെ അവൻ അവശനായി മാറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ 2 സംഘം ഇടിച്ച് ബൈക്കിൽ കയറ്റിയിട്ട് നല്ല രീതിയിൽ മർദ്ദിച്ച് ബൈക്കിലേക്ക് കയറ്റി ഇവനെ 1 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ഷട്ടിൽ കോട്ടുണ്ട് നമ്മുടെ അരുമാനൂരിൽ തന്നെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ഇവൻ്റെ ഒരു കൂട്ടുകാരനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തിരുവനന്തപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായിട്ടുള്ള പരാതി വന്നിരിക്കുന്നു. ക്രൂരമർദ്ദനമേറ്റ അരുമാനൂർ സ്വദേശി അച്ചു ചികിത്സയിലാണ്. പ്രദീപ് പാറശാല വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ് പാറശാല, ഇപ്പോൾ സംസാരിച്ച വ്യക്തി ആരാണ്? ഈ അച്ചു ചികിത്സയിലാണെന്നും അച്ചുവിന് അതിക്രൂരമായ മർദ്ദനമേറ്റുവെന്നും നമ്മോട് പറഞ്ഞ ആൾ ആരാണ്? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അച്ചുവിന്റെ സഹോദരനാണ് ഇത്തരത്തിൽ അച്ചുവിനെ കാണാനില്ലെന്ന് പൂവാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത്. അച്ചുവിന്റെ വീട്ടിൽ ആ സമയം അച്ചുവിന്റെ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. അച്ചുവിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വീടിന് പുറത്ത് കൊണ്ടുവന്ന ശേഷം അവിടെ വെച്ച് മർദ്ദിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കൈയും കാലും കെട്ടിയ ശേഷം ബൈക്കിലിരുത്തി ഇവിടെ നിന്ന് 1 കിലോമീറ്റർ, അതായത് അച്ചുവിന്റെ വീട് വരുന്നത് പൂവാർ അരുമാനൂരാണ്, അവിടെ നിന്ന് 1 കിലോമീറ്റർ മാറി ആളൊഴിഞ്ഞ സ്ഥലത്താണ് ഇത്തരത്തിൽ അച്ചുവിനെ അവിടെ എത്തിച്ച ശേഷം വീണ്ടും ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് അവിടെയും നടന്നത്. ഒടുവിലാണ് ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ കത്തി വച്ച ശേഷം ഇദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ഈ പറയുന്ന സ്ഥലത്തെത്തിക്കുകയാണ് ഈ 4 സംഘവും ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിനിടയിൽ തന്നെ ഈ സുഹൃത്തിനെ വിളിക്കുന്ന സമയത്ത് സുഹൃത്തിന് മനസ്സിലായിട്ടുണ്ട് അച്ചു ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നുള്ള കാര്യം. ഉടൻ തന്നെ അച്ചു ഇത്രയും അപകടത്തിൽപ്പെട്ടിരിക്കുന്ന കാര്യം സുഹൃത്താണ് വീട്ടിലറിയിക്കുന്നത്. വീട്ടിലെ ഈ പറയുന്ന നമുക്ക് ഈ ബൈക്ക് തന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ ഉൾപ്പെടെ പൂവാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. ഉടൻ തന്നെ പോലീസ് സംവിധാനം സൈബർ സെല്ല് വഴിയാണ് അച്ചു ഈ ആളൊഴിഞ്ഞ പ്രദേശത്തുണ്ടെന്നും അവിടെ നിന്നും ഇത്തരത്തിൽ ഉപേക്ഷിച്ച് ഈ 4 സംഘം ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു. അവിടെ നിന്നുമാണ് ഇദ്ദേഹത്തെ കണ്ടെത്തുകയും തുടർന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ നിലവിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. മർദ്ദനത്തിന് കാരണമായ സംഭവങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? തീർച്ചയായിട്ടും മർദ്ദനത്തിൽ ഉള്ള കാരണമെന്ന് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുമായി ഈ 4 സംഘം കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ പൂവാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു അക്രമം ഉണ്ടാകുന്നുണ്ട്. ആ അക്രമത്തിന് ശേഷം ഇദ്ദേഹം ഈ പറയുന്ന അച്ചുവിന്റെ സുഹൃത്ത് തിരുവനന്തപുരത്തേക്ക് മറ്റൊരു സ്വകാര്യ സ്ഥാനം ജോലിക്കായി പോയി. പക്ഷെ അദ്ദേഹത്തിനെ പലതവണ ഈ 4 സംഘം മർദ്ദിക്കാനുള്ള സാധ്യത നോക്കിയിട്ടൊന്നും നടന്നില്ല. ഒടുവിലാണ് ഈ സുഹൃത്ത് വിചാരിച്ച സുഹൃത്തിനെ അപകടത്തിൽപ്പെടുത്തിയ ശേഷം ഇദ്ദേഹത്തെ ഈ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച് അന്നത്തെ ആ മർദ്ദനത്തിന്റെ അന്നിടുന്ന ആ അക്രമത്തിന്റെ ബാക്കി തുടർക്കഥ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഇവർ പ്ലാൻ ചെയ്തത് എന്നുള്ള രീതിയിലാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. അതായത് കണ്ടയാളെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയയാളെ തല്ലുക എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ എത്രത്തോളം ഭീകരമായിട്ടുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ട്? ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് മാരകായുധങ്ങൾ കൊണ്ടുള്ള ഒരു മർദ്ദനം എന്നാണ് ഇദ്ദേഹം ഈ മർദ്ദനമേറ്റ അച്ചുവും അദ്ദേഹത്തിന്റെ സഹോദരൻ പറയുന്നത്. കാരണം ഈ മുഖത്തെന്തോ മുദ്ര വെച്ചിട്ടുള്ള ഒരു ആയുധം കൊണ്ടാകണം ഇത്തരത്തിൽ മർദ്ദിച്ച് എന്ന രീതിയിലാണ് നമുക്ക് ആ മർദ്ദനം മുഖത്തിലാണ് വലിയ തരത്തിലുള്ള മർദ്ദനമേറ്റിട്ടുള്ളത്. അതിനുശേഷമുള്ളത് ഈ അടി വയറിന്റെ ഭാഗത്ത് മർദ്ദനമേറ്റിട്ടുണ്ട്. എന്തായാലും ഈ സ്കാനിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ളവ ഇപ്പൊ പരിശോധന റിസൾട്ട് കിട്ടാനുണ്ട്. അതിനുവേണ്ടി ഈ കുടുംബം വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം തുടർ ചികിത്സയ്ക്ക് ചിലപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. 4 സംഘം ആക്രമിക്കാൻ ലക്ഷ്യമിട്ട അച്ചുവിന്റെ സുഹൃത്ത് അച്ചുവിനെ ഇങ്ങനെ 4 സംഘം ഇടിച്ച് പലതരത്തിലുള്ള ചതവുകൾ വരുത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ട് അച്ചുവിന്റെ സുഹൃത്ത് അവിടേക്ക് എത്തണമെന്നും അങ്ങനെ എത്തിയാൽ ആ സുഹൃത്തിനെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുമുള്ള സന്ദേശമാണോ ഈ ഇടി എന്നിവ കൊടുത്തതിലൂടെ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇദ്ദേഹത്തെ ഈ കഴുത്തിൽ കത്തിവെച്ച ശേഷം ഇദ്ദേഹത്തെ ഈ അച്ചുവിന്റെ ഫോൺ വഴിയാണ് സുഹൃത്തിനെ വിളിക്കുന്നത്. ആ ഒരു സംഭാഷണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടും ഈ പറയുന്ന സ്ഥലത്ത് എത്തണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൊല്ലുമെന്ന രീതിയിലുള്ള ഒരു കൊലവിളി ഭീഷണി കൂടി ഈ പറയുന്ന സുഹൃത്തുക്കൾ അച്ചുവിന്റെ സുഹൃത്തിനെ വിളിച്ച് പറയുന്ന ഒരു സന്ദേശവും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതും ഇത്തരത്തിൽ കേസിന് ഒരു നിർണായകമായ ഒരു പങ്കാണ്. ഈ 4 സംഘത്തെ പിടിക്കാൻ അവർ പറയുന്നുള്ള ഒരു കൊലവിളി പ്രസംഗം തന്നെ കൃത്യമായി പോലീസ് അത് വെച്ച് തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പം അന്വേഷണം നടത്തുന്നുള്ളത്. ആ കൊലവിളി സന്ദേശം നമ്മൾക്ക് എപ്പോൾ സംപ്രേഷണം ചെയ്യാവുന്ന രീതിയിൽ ലഭിക്കും പ്രദീപ് പാറശാല? തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ അടുത്ത നമുക്ക് വ്യക്തമായിട്ട് നമ്മളെ പ്രേക്ഷകർക്ക് കേൾപ്പിക്കാൻ സാധിക്കാറുണ്ടായിരുന്നു.
തിരുവനന്തപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായിട്ട് പരാതി വന്നിരിക്കുന്നു. പരാതി മാത്രമല്ല, മർദ്ദനമേറ്റു. അത് തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി എന്നുള്ള വാർത്തയെ തിരുവനന്തപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന് തന്നെ നമ്മൾക്ക് തിരുത്തി വായിക്കേണ്ടി വരുന്നു. കാരണം ദൃശ്യങ്ങൾ സഹിതമാണ് കേരള വിഷൻ ന്യൂസ് ഈ മർദ്ദനത്തിന്റെ വാർത്ത പങ്കുവെക്കുന്നത്. ക്രൂരമായ മർദ്ദനമേറ്റ അരുമാനൂർ സ്വദേശി അച്ചുവിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ചു ചികിത്സയിലാണ്. അച്ചുവിന്റെ സുഹൃത്ത് ഈ മർദ്ദനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പങ്കുവെച്ചു. അത് കേരള വിഷൻ ന്യൂസ് സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. അച്ചുവിന്റെ സുഹൃത്തിനെ ആക്രമിക്കാൻ ഉദ്ദേശിച്ച 4 പേർ അടങ്ങിയ സംഘം ആ സുഹൃത്തിനെ കിട്ടാത്തതുകൊണ്ട് അച്ചുവിനെ ആക്രമിക്കുകയും അച്ചുവിനെ ആക്രമിച്ചത് അറിഞ്ഞ് ആ സുഹൃത്ത് വരികയാണെങ്കിൽ ഒരു പ്രതികാര നടപടി എന്നുള്ള രീതിക്ക് ആണ് അച്ചുവിനെ ആക്രമിച്ചിട്ടുള്ളത്. വരികയാണെങ്കിൽ ആ സുഹൃത്തിനെ കൂടി ആക്രമിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ നടപടി കൃത്യമായിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൊലവിളി സന്ദേശത്തിന്റെ വാർത്ത അല്പസമയത്തിനകം നമ്മൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്യും. പ്രദീപ് പാർശാലിയാണ് ഈ ആക്രമണത്തിന്റെ വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ പോകുന്നു.